ടൈംസ് നൗവിന് വേണ്ടി JVC നടത്തിയ ഒരു സർവേയിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ബീഹാറിൽ 120നും 150 സീറ്റിനും ഇടയ്ക്കുള്ള ഒരു ഭൂരിപക്ഷത്തിൽ NDA BJP സഖ്യം വരുമെന്നാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു തേജസ് യാദവിൻ്റെ രഥയാത്ര ആരംഭിച്ചൊരു വലിയ തോതിൽ തേജസ് യാദവ് അവിടെ തിരിച്ചു വരും മീൻസ് അദ്ദേഹം മുഖ്യമന്ത്രിയാവുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇലക്ഷൻ ആണല്ലോ, അതിൻ്റെ ഓരോ നിമിഷം കഴിയുന്തോറും ഓരോ ദിവസം കഴിയുന്തോറും ഓരോ മണിക്കൂർ കഴിയുന്തോറും കാര്യങ്ങൾ മാറി മറിഞ്ഞ് തിരിഞ്ഞൊക്കെ വരും. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയാണ് കേൾക്കുന്നത്. എന്നാൽ വലിയ എന്താ പറയുക പ്രഖ്യാപനങ്ങളാണ് ഓരോ പാർട്ടികളും ചെയ്തിരിക്കുന്നത്. BJPയുടെ NDAയുടെ പ്രഖ്യാപനങ്ങളിൽ 1 കോടി ആളുകൾക്ക് തൊഴിൽ കൊടുക്കും, 3000 രൂപ മുതൽ കൊടുക്കുന്ന സ്കീമുണ്ട്, 6000 രൂപ കൊടുക്കുന്ന സ്കീമുണ്ട്, കർഷകർക്കുള്ള സ്കീമുണ്ട്, അതുപോലെ തന്നെ വീട്ടമ്മമാർക്കുള്ള സ്കീമുണ്ട്. അതുപോലെ സീതാദേവിയുടെ ജന്മസ്ഥലവുമായി ബന്ധപ്പെടുത്തി ബീഹാറിലൊരു സ്ഥലമുണ്ട്, അവിടെ സീതാദേവിക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ കൊണ്ടെടുത്തുള്ള ക്ഷേത്രം പണിയും അങ്ങനെ തുടങ്ങിയിട്ടുള്ള വളരെ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങളാണ് ബീഹാറിൽ അവർ വച്ചത്. ഇത് വച്ച ഉടൻ തന്നെ BJP NDA സഖ്യത്തിൻ്റെ പ്രകടന പത്രിക വന്നപ്പോൾ തന്നെ അതുപോലെ തന്നെ തേജസ് യാദവിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും പ്രകടന പത്രികയും പുറത്തു വന്നു, കോൺഗ്രസിൻ്റെ. അവരും പക്ഷേ 1 കോടി ആളുകൾക്ക് തൊഴിൽ കൊടുക്കുമെന്നാണ് പറഞ്ഞ് ഞങ്ങളെ മോഷ്ടിച്ചതാണെന്ന് പറയുന്നു. എന്തായാലും അവരും 1 കോടി ആളുകൾക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറയുന്നു. ഈ സീതാ ക്ഷേത്രം ഒഴിച്ചുള്ള പല ആനുകൂല്യങ്ങളും, കർഷകർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ, യുവാക്കൾക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ, വിദ്യാർത്ഥികൾക്കുള്ള ആനുകൂല്യങ്ങൾ, വനിതകൾക്കുള്ള ആനുകൂല്യങ്ങൾ, അങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങൾ തേജസ് യാദവ് രാഹുൽ ഗാന്ധി സഖ്യവും അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം പ്രഖ്യാപിച്ചെങ്കിലും ഇപ്പോൾ വരുന്ന സർവേയുടെ റിസൾട്ടുകൾ അനുസരിച്ച് NDA BJP സഖ്യമാണ് വരാൻ സാധ്യതയുള്ളത്. പ്രത്യേകിച്ച് നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിന് ശേഷം നിതീഷ് കുമാറിൻ്റെ ക്യാമ്പ് ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. അത് തീർച്ചയായിട്ടും അതിൻ്റെ ഗുണങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്നാണ് കേൾക്കുന്നത്. ഇനി വരുന്ന ദിവസങ്ങൾ, ഇനി 2-3 ദിവസം കൂടെ ഉണ്ട്. അപ്പോൾ ആ ദിവസങ്ങളിൽ 7-ാം തീയതിയാണെന്ന് തോന്നുന്നു ആദ്യത്തെ തെരഞ്ഞെടുപ്പ്, പിന്നെ 9-ാം തീയതി, അത് കഴിഞ്ഞാൽ 14-ന് റിസൾട്ട്. അപ്പോൾ ഇതിനിടയിൽ ഈ 7-നും 9-നും ഒക്കെ ഇടയിൽ കുറേ കാര്യങ്ങൾ കൂടി നടക്കാൻ സാധ്യതയുണ്ടോ, അതോ ഈ ടൈംസ് നൗ JCV പറഞ്ഞ അതേ തീരുമാനം തന്നെ ജനങ്ങൾ എടുക്കുമോ എന്നുള്ളത് വളരെ ഗൗരവതരമായൊരു വിഷയമാണ്. എന്തായാലും ഗുരുതരമായ രാഷ്ട്രീയ പ്രതിസന്ധി ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തേജസ് യാദവിൻ്റെ വിഭാഗം അവിടെ വോട്ട് പിടിക്കുമോ, തേജസ് യാദവ് മുഖ്യമന്ത്രിയാകുമോ, അതോ നിതീഷ് കുമാർ തന്നെ ഒരു ടേം കൂടി മുഖ്യമന്ത്രിയായി വരുമോ? എന്തായാലും വലിയ തോതിലാണ് ഈ ആനുകൂല്യങ്ങളും അതുപോലെ പ്രഖ്യാപനങ്ങളും പ്രകടന പത്രികയിൽ വന്നിട്ടുള്ളത്. അത് 2 പാർട്ടിക്ക് ഗുണം ചെയ്യുമോ? പ്രത്യേകിച്ച് സീതാദേവിയുടെ വിഷയം ചിലപ്പോൾ BJP NDA സഖ്യത്തിനൊരു വലിയ അപ്പർ ഹാൻഡ് കിട്ടാൻ സാധ്യതയുണ്ട്. കാര്യം പറയാനും പറ്റുകയില്ല. കാര്യം രാമക്ഷേത്രം പണിത സ്ഥലത്ത് അയോധ്യയിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് BJPയും RSSും ഒക്കെ പിറകിലോട്ട് പോയി. അതുകൊണ്ട് ഇത് പണിതത് കൊണ്ട് അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും കിട്ടിക്കൊള്ളണമെന്ന് നിർബന്ധം പറയാനും പറ്റില്ല. ജനങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുക, നമ്മൾ ജനാധിപത്യത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും തേജസ് യാദവാണോ ആണ് എന്നൊരു തോന്നൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ബീഹാറിൽ നിന്നുള്ള ചിത്രം കിട്ടിയപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ അതിപ്പോൾ ഈ സർവേയോട് കൂടി മറിയുകയാണ്. ഇനിയും സർവേകൾ വരാനുണ്ട്. മാത്രമല്ല എക്സിറ്റ് പോൾ സർവേകളുണ്ട്. അതായത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അന്നേ ദിവസം 9-ാം തീയതി വൈകുന്നേരം ചാനലുകളിൽ എക്സിറ്റ് പോൾ സർവേകൾ വരും. പിന്നെ 14-ാം തീയതി റിസൾട്ട് വരും. എന്തായാലും 14-ാം തീയതി ഉച്ചയോടുകൂടി ഈ സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ബീഹാറിൽ ആര് വരുമെന്നറിയാം. എന്തായാലും നിതീഷാണോ? ഇപ്പോഴത്തെ സർവേ ഫലമനുസരിച്ച് ടൈംസ് നൗ പറയുന്നതനുസരിച്ച് NDA ആയിരിക്കും വരുന്നത്. സഖ്യം നിതീഷ് കുമാർ സഖ്യമാണ്. മുഖ്യമന്ത്രി വീണ്ടും നിതീഷ് കുമാർ തന്നെയാണ്. അപ്പോഴും തുല്യമായി നിതീഷ് കുമാറും പാർട്ടിയും BJPയും തുല്യം സീറ്റുകളിൽ മത്സരിക്കുന്നത് കൊണ്ട് തന്നെ മന്ത്രിമാരുടെ പൊസിഷനുകൾക്ക് വേണ്ടി വലിയ ബലാബലം നടക്കുവാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല.